ഇതിലിപ്പോ ഏതാ റൂം? അയ്യോ, അടുക്കളയായിരുന്നു. ഇതായിരിക്കും. ഹലോ അമ്മ. ഹലോ മോളെ, റൂമിലെത്തിയോ? ഓ, ഇപ്പൊ എത്തിയേ ഉള്ളൂ. ലേറ്റ് ആയല്ലോ മോളെ. റൂമൊക്കെ എങ്ങനെയുണ്ട്? റൂമൊന്നും കുഴപ്പമില്ല അമ്മ, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. ആണോ? ആ, കിച്ചണൊക്കെ എങ്ങനെയുണ്ട് മോളെ? സൗകര്യമൊക്കെ ഇല്ലേ? എന്നും പുറത്തൊന്നും കഴിക്കണ്ട കേട്ടോ. ആ അമ്മ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് കുളിക്കട്ടെ അമ്മ. എന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വിളിക്കും മോളെ. ശരി ശരി. വന്നു സിംഗിൾ റൂമാന്ന് പറഞ്ഞിട്ട് എന്റെ റൂമ താനേതാ? ഗാന്ധിനഗർ ഡോർ നമ്പർ 105. ഇത് തന്നെയാണ്. അപ്പൊ ഇത് എന്റെ റൂമല്ലേ? എന്റെ റൂം. പ്രേതാണോ? കാലൊക്കെ ഹലോ. എടാ, താൻ എന്തിന്റെ ബ്രോക്കറാ ശരിക്കും? തന്നോട് ഞാൻ റൂം മാത്രല്ലേ ചോദിച്ചുള്ളൂ. നെക്സ്റ്റ് ടൈം ഓക്കേ. ആൻസർ കിട്ടി. കൺഫേം ആയില്ലേ? താനിപ്പോ ഇവിടെ ഇറങ്ങണം. ഞാനോ? പിന്നെ ഈ 10 മണിക്ക് ഞാൻ ഇവിടെ പോവാനാ? ഞാനേ ബ്രോക്കർക്ക് 10,000 രൂപ ചക്കച്ചോള പോലെ എണ്ണി കൊടുത്താ. ഇതെന്റെ റൂമാ, താനിറങ്ങും. എന്തൊരു കഷ്ടമാണ് ദൈവമേ. എന്ത് കാശ് ഓരോരുത്തർ റൂം അതിക്രമിച്ച് കയറിയുമ്പോ ആലോചിക്കണമെന്നേ അല്ലോ. ഹലോ അമ്മേ, പറ. റൂമൊക്കെ എങ്ങനെയുണ്ട്? റൂമൊന്നും കുഴപ്പമില്ല. താനൊന്ന് പുറത്തിറങ്ങിയേ. അതേതാ മോനെ ഒരു പെങ്കൊച്ചിന്റെ ശബ്ദം? ഏത് പെങ്കൊച്ച്? അതിവിടെ എന്തോ. അമ്മ എന്താ എന്നിട്ട്? അത് ഇല്ലമ്മ, അത് മൊത്തം എന്തോ ഇവിടുത്തെ എന്തോ പ്രശ്നമാണ്.